നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സമാധാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അതായത് സമാധാനം നമുക്ക് എപ്പോഴും ലഭിക്കോ, അതോ അല്ലെങ്കിൽ എല്ലാ കടങ്ങളും മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ അധികം കാശ് കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് സമാധാനം ലഭിക്കുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണോ? ഈ സമാധാനം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ലഭ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് എപ്പോഴും ലഭ്യമാകാനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിമ്പിൾ പ്രാക്ടീസ് ഉണ്ട്. അത് വേറൊന്നുമല്ല, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം ആണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെഡിറ്റേഷൻ, അതിന് വേണ്ടതായിട്ടുള്ള 3 സ്റ്റെപ്സ്, അതിനെക്കുറിച്ചും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മെഡിറ്റേഷൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ഞാൻ മെമ്പർ ഓൺലി കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിന്റെ മെമ്പർ ആവാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോസ് എല്ലാം ആക്സസ് ചെയ്യാനും അതുവഴി മെഡിറ്റേഷൻ സിമ്പിളായി പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മെഡിറ്റേഷൻ എന്നുള്ള സിമ്പിൾ പ്രാക്ടീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എപ്പോഴും ആ ഒരു സമാധാനം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. പതാഞ്ജലി മഹർഷി എഴുതിയ യോഗസൂത്രയിൽ 8 സ്റ്റേജുകൾ, 8 ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 8 ഘട്ടങ്ങൾ നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധി അല്ലെങ്കിൽ ഏറ്റവും ബ്ലിസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സുമായി ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന, ആ യൂണിറ്റിയിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലെത്താൻ സാധിക്കുമെന്നാണ് പതാഞ്ജലി മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ലഭിക്കുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ഹൈലി മെഡിറ്റേറ്റീവ് ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ലെസ് റിയാക്റ്റീവ് ആവാനായിട്ട് സാധിക്കും. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഹൈലി മെഡിറ്റേറ്റീവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ശാന്ത സ്വഭാവത്തോടുകൂടി പെരുമാറാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ഹൈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഇതിനെ ഫ്ലോ സ്റ്റേറ്റ് എന്നും പറയാം. അതായത് നാം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ആ ചെയ്യുന്ന കാര്യത്തിൽ ഫുള്ള് 100% നമുക്ക് ഫോക്കസ് കൊടുക്കാൻ സാധിക്കുമ്പോൾ അത് ആ സംഭവമാണ് ഈ പറയുന്ന ഫ്ലോ സ്റ്റേറ്റ്. പല ആർട്ടിസ്റ്റുകൾ, അതുപോലെ പല അത്ലറ്റ്സ്, ഇവരെല്ലാവരും തന്നെ അവരവരുടെ കരിയറിന്റെ ഏറ്റവും പീക്കിലെത്തുന്നത് ഈ പറയുന്ന ഒരു ഫ്ലോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹൈലി മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴാണ്. ഈ ഹൈലി മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്നതുപോലെ തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് ലെസ് റിയാക്റ്റീവ് ആവുന്നത്. റിയാക്റ്റീവ് ആവുന്ന മോഡിൽ നിന്ന് മാറി നിൽക്കുക. ഈ പറയുന്ന റിയാക്റ്റീവ് മോഡിൽ നിന്ന് മാറി നിന്ന എന്താണ് ഗുണം എന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം. ഇത് വളരെ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നാമെങ്കിലും ഇതിന്റെ ഇമ്പാക്ട്, ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ അധികമാണ്. എൻ്റെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ഒരു ജീവിതാനുഭവത്തിന് ഞാൻ 2 കാലഘട്ടമായിട്ട് തരംതിരിക്കാൻ പോവാണ്. കാരണം എന്നാലാണ് അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. 2019 മുമ്പുള്ള റൈജോ, 2019 ശേഷമുള്ള റൈജോ. അതായത് 2019 മുമ്പുള്ള റൈജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് ചൂടാവുന്ന, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ 2019 ശേഷമുള്ള റൈജോ എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, 2019 മുതലാണ് ഞാൻ ഈ ഒരു മെഡിറ്റേഷൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ചില മാറ്റങ്ങൾ എന്നിൽ സംഭവിച്ചു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. 2019 ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വീട് മേടിച്ചിരുന്നു. 2021 വർഷത്തിൽ ഞാൻ അത് റെന്റിന് കൊടുത്തു. എന്നിട്ട് ഞാൻ വേറെ 2ാമതൊരു വീട് മേടിച്ച് അവിടെ ഞാൻ സ്ഥിരതാമസം തുടങ്ങി. അപ്പോൾ ഈ ആദ്യത്തെ വീട് ഒരു ടെനന്റിന് കൊടുത്തു. അദ്ദേഹം ആദ്യത്തെ ഒരു 8 മാസം വീടിൻ്റെ റെന്റ് തന്നു. അതിനുശേഷം അയാൾ റെന്റ് തരാതെയായി. അപ്പോൾ അയാൾ റെന്റ് തരാതെയായപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അയാളുടെ എല്ലാ മാസവും നമുക്കിങ്ങനെ റെന്റിനുള്ള കാശ് അയാൾ ഒരു ചെക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെക്ക് ഞാൻ ബാങ്കിലിട്ടു. ആ ബാങ്കിലിട്ട ആ ചെക്ക് ആ അയച്ചതിനേക്കാളും സ്പീഡിൽ തിരിച്ച് ബൗൺസ് ചെയ്തു. അപ്പോൾ ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഇയാൾ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്, അതായത് വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട്, വാക്കൊക്കെ ഉപയോഗിച്ചിട്ട് അയാൾ എനിക്ക് റിപ്ലൈ അയച്ചു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സാധാരണ ഈ പറഞ്ഞ മുമ്പത്തെ റൈജോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ വളരെയധികം റിയാക്റ്റീവ് ആവുന്ന ഒരു മോഡിലേക്ക് മാറിയാണ്. പക്ഷേ ഞാൻ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കമ്പോസ്ഡായി, കുറച്ചും കൂടിയും ഒന്ന് റെസ്പോൺസീവ് ആവുന്ന രീതിയിൽ ഞാൻ അതിനെ കുറച്ചും കൂടി ഒന്ന് ഇരുത്തി കണ്ടു. ഈ ചങ്ങാതി ഈ 8 മാസം റെന്റ് തന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ 7 മാസം റെന്റ് തരാതെയാണ് താമസിച്ചത്. 7 മാസം കഴിഞ്ഞിട്ടാണ് അയാൾ ഒഴിഞ്ഞു പോയത്. ഈ 7 മാസം അയാൾ റെന്റ് തന്നില്ല എന്ന് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ എൻ്റെ ആ വീട് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇയാൾക്ക് ഞാൻ റിക്വസ്റ്റ് കൊടുക്കും, 24 മണിക്കൂർ നോട്ടീസ് കൊടുക്കും വീട് കാണണം എന്ന് പറഞ്ഞിട്ട്. ഇത് പലപ്പോഴായിട്ട് ഇയാൾ ഇത് റിജക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ നമ്മുടെ സ്വന്തം വീട് നമുക്ക് കാണാനുള്ള ഒരു അവസരമില്ല, റെന്റ് കറക്റ്റായിട്ട് തരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഈ ചങ്ങാതി 7 മാസം കഴിഞ്ഞ് ആ വീട് മാറിയപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. അവിടുത്തെ പല സംഭവങ്ങളും കേടാക്കിക്കൊണ്ടാണ് അയാൾ അവിടെ നിന്ന് വീട് മാറിപ്പോയത്. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് കുറേം കൂടിയും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചത്, അതിനെ കാര്യങ്ങളെ കുറച്ചും കൂടിയും വളരെ ശാന്തതയോട് കൂടിയിട്ട് കാണാൻ സാധിച്ചത് വേറൊന്നുമല്ല, ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിൻ്റെ ആ ഗുണം തന്നെയാണ്.
അതാണ് ഈ പറഞ്ഞ ലെസ് റിയാക്റ്റീവ് ആവുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് എന്തൊരു കാര്യത്തിനെയും ലെസ് റിയാക്റ്റീവ് മോഡിൽ നിന്ന് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറേയും കൂടിയും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ടെനൻറ്റ് 7 മാസം കഴിഞ്ഞ് അയാൾ താമസം മാറിയെന്ന്. പിന്നെയാണ് അവിടെ രസകരമായ വേറൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാവേണ്ടതായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷൻ വഴി സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആവും. അതായത് ചില കാര്യങ്ങൾ നമുക്ക് മുമ്പേ കൂട്ടി കാണാനോ അല്ലെങ്കിൽ നമുക്കൊരു വൈബ് ഫീൽ ചെയ്യും. കാണുന്ന സംഭവങ്ങൾ മാത്രമല്ല അൺസീൻ ആയിട്ടുള്ള സംഭവങ്ങളെയും, അതായത് കാണാതെയും പല സെൻസുകൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ തരത്തിൽ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആവാനായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ സഹായിക്കും. ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിന് തന്നെ തുടർച്ചയായിട്ടുള്ള മറ്റൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആദ്യത്തെ ടെനൻറ്റ് വീട് മാറി കഴിഞ്ഞതിന് ശേഷം 4-5 മാസത്തേക്ക് പിന്നെ വേറൊരു ടെനൻറ്റിൽ നിന്നും ലഭിച്ചില്ല. അതിനുശേഷം എൻ്റെ റെൽറ്റർ വഴി താമസിക്കാൻ ആഗ്രഹമുള്ള ഒരു ടെനൻറ്റ് വന്നു. പക്ഷേ ഈ ടെനൻറ്റിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇയാൾ ഈ അപ്ലിക്കേഷൻ പല സ്ഥലത്തായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റെൽറ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇയാൾ അത്ര നല്ലൊരു ടെനൻ്റ് ആവാൻ സാധ്യതയില്ല, ഇയാൾ ഇങ്ങനെ പല സ്ഥലത്തും ഇതിൻ്റെ അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്, അത് കാരണം കൊണ്ട് ഇയാളെ നമുക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇയാളുടെ ഇതൊക്കെ നോക്കി. അതിനുശേഷം ഇയാൾ വരുന്ന ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് ഇയാൾ പോയി കണ്ട് സംസാരിച്ചു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബാണ് ഫീൽ ചെയ്തത് ഈ ഒരു ചങ്ങാതിയോട് സംസാരിച്ചപ്പോൾ, ഈ ഒരു ടെനൻറ്റിനോട് സംസാരിച്ചപ്പോൾ. അപ്പോഴേക്കും പക്ഷേ എൻ്റെ റെൽറ്റർ ഈ ടെനൻറ്റിൻ്റെ റെൽറ്ററിനോട് വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ അത് ഗിവ് അപ്പ് ചെയ്തു. അവരത് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു തോട്ട് വന്നു. എൻ്റെ വൈഫും പറഞ്ഞു അവർ വലിയ കുഴപ്പക്കാരാന്ന് തോന്നണില്ലേ, നമുക്ക് അവരെ ഒന്നുകൂടി ഒന്ന് കോൺടാക്ട് ചെയ്യാം. പക്ഷെ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് എനിക്ക് അവരെ ഡയറക്റ്റ് നമ്പർ അറിയില്ല. അപ്പോൾ ഞാൻ ഈ അവരുടെ റെൽറ്ററിനെ നേരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അവരെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്, രണ്ടാമത് ഒരു തവണയും കൂടി അവരെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നിട്ട് അവരെ വിളിച്ചു. അപ്പോൾ എൻ്റെ റെൽറ്ററിന് ചെറിയൊരു ഈഗോ അടിച്ചു. കാരണം അയാൾ വേണ്ടാന്ന് പറഞ്ഞ സംഭവം പിന്നെ വീണ്ടും അത് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്ക് ഒരിത്തിരി വിഷമമുണ്ടായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെനൻറ്റ് രണ്ടാമത്തെ തവണ വന്നതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു ഇവർക്ക് തന്നെ ഈ വീട് റെൻറ്റിന് കൊടുക്കാമെന്ന്. അങ്ങനെ അവർക്ക് ആ വീട് റെൻറ്റിന് കൊടുത്തു. ഇതേവരെ വളരെ സ്മൂത്തായി പോയി. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനം ആ ഒരു ഇൻറ്റ്യൂട്ടീവായിട്ട് നമുക്ക് പല ഡിസിഷൻസും നമുക്ക് ലൈഫിൽ എടുക്കേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ നോക്കിയാലും ചില സംഭവങ്ങൾ നമുക്ക് നമ്മുടെ ഒരു വൈബാണ്, അതായത് നമുക്കത് കാണുമ്പോൾ തോന്നുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ചില ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ തരത്തിൽ നമുക്ക് ചില സിറ്റുവേഷൻസ് ലൈഫിൽ ഹൈലി ഇൻറ്റ്യൂട്ടീവായി നിൽക്കാനായിട്ട് ഈ പറയുന്ന മെഡിറ്റേഷൻ നമ്മളെ വളരെയധികം സഹായിക്കും. ഇനി പറയാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുറേം കൂടിയും വണ്ടേഴ്സ്, അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഒരു എഴുത്തുകാരനായിട്ടുള്ള അമേരിക്കൻ എഴുത്തുകാരനായിട്ടുള്ള മൈക്കിൾ എ ദി സറണ്ടർ എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കുറേയധികം മെഡിറ്റേഷൻ ചെയ്തിട്ട്, അതായത് ഒരു ദിവസത്തിൽ കുറേ നേരം മെഡിറ്റേഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് ഒരു $400 മില്യൺ ഒരു സോഫ്റ്റ്വെയർ കമ്പനി അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഇങ്ങനെ കുറേ നേരം മണിക്കൂറുകളോളം മെഡിറ്റേഷൻ ചെയ്യണ കാര്യത്തിനെ കുറിച്ചല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഡെയിലി ഒരു ദിവസത്തിൽ 15 അല്ലെങ്കിൽ 30 മിനിറ്റ് നേരത്തോളം മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ പല അത്ഭുതങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് പതാഞ്ജലി മഹർഷി തന്നെ യോഗസൂത്രയിൽ പറയുന്നുണ്ട്. അതായത് പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ 2 കാറ്റഗറിയിലായിട്ട് തരംതിരിക്കും. അതിൽ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ സട്ടിലായിട്ട്, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നിട്ട് അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആനന്ദപൂർവ്വം, അതായത് ഹാപ്പിനെസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള മെഡിറ്റേഷനെ കുറിച്ച് യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ഫോക്കസിനെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയാണ് എല്ലാ മാജിക്കുകളും സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം എല്ലാ മാനിഫെസ്റ്റേഷൻ്റെയും തുടക്കം എന്ന് പറയുന്നത് നത്തിങ്നെസ്, നോ തിങ്നെസ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് 0.00001% ആണ്. അതായത് ബാക്കി 99.99% നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നത്തിങ്നെസ് ആണ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ വഴി നമ്മളിങ്ങനെ നത്തിങ്നെസ്സിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ നത്തിങ്നെസ്സിൽ നിന്ന് അവിടെ ഒരു തരത്തിലുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ഒരു അവയർനെസ് നമുക്ക് നമ്മുടെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ബോധം നമ്മുടെ മനസ്സിലേക്കും
പ്രൊജക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ആ മനസ്സ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ വേറെ തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സട്ടിലായിട്ടുള്ള അല്ലെങ്കിൽ ശൂന്യമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ നത്തിങ്നെസ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിൽ നാം മനസ്സിലാക്കേണ്ടത്. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ വേവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആൽഫ ബ്രെയിൻ വേവ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു അവസ്ഥയിലെത്തും. അതായത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് കുറേയും കൂടിയും സ്ലോ ഡൗൺ ആവാൻ തുടങ്ങും. അതാണ് ഈ പറയുന്ന ആൽഫ ബ്രെയിൻ വേവ് സ്റ്റേറ്റ്. അത് കുറച്ചും കൂടിയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ വേവ് സ്റ്റേറ്റ് ആണ്. അതായത് നമ്മൾ കോൺഷ്യസ്ലി നമ്മുടെ ബോധപൂർവം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഈ പറയുന്ന ആൽഫ ബ്രെയിൻ വേവ് സ്റ്റേറ്റ് സഹായിക്കും. നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് സദ്ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ബ്രീത്തിങ്ങും നമ്മുടെ കോൺഷ്യസ്നെസ്സും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് സദ്ഗുരു പറയുന്നത്. അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസം നമ്മളൊരു മിനിറ്റിൽ നമ്മൾ എത്രത്തോളം ബ്രീത്തിങ് എടുക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു കോൺഷ്യസ്നെസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സദ്ഗുരു പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ ഈ ബ്രീത്തിങ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശ്വാസത്തിൻ്റെ ആ ഒരു റേറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കോൺഷ്യസ്നെസ് വളരെയധികം ഉയർന്ന ലെവലിലേക്ക് പോകും. നമ്മുടെ ബ്രെയിൻ വേവ് സ്റ്റേറ്റ് താഴുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് ലെവല് ഉയർന്ന ലെവലിലേക്ക് വരും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രാക്ടീസ്, നമ്മുടെ ഏകാഗ്രത ഉണർത്തുന്നതിന് സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണിത്. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അതായത് നമ്മുടെ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്താ ബ്രീത്തിൻ്റെ പ്രത്യേകത? അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. അതുപോലത്തെ വേറൊരു സംഭവമാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്സ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ്. അപ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന നമ്മുടെ ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൃദയമിടിപ്പിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാം. അതായത് കണ്ണുകൾ അടച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമിടിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുമ്പോൾ പല വ്യക്തികൾക്കും ഉണ്ടായേക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വരാം. ഇങ്ങനെ ആദ്യത്തെ തവണയൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് തോന്നിയേക്കാവുന്ന ഒരു സംഭവമാണ്, എൻ്റെ മെഡിറ്റേഷൻ ശരിയാവണില്ല, ഇതിങ്ങനെ എനിക്ക് പല ചിന്തകൾ വരുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ തന്നെയാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചിന്തകൾ ഒരു പക്ഷേ കടന്നു വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ ഫോക്കസ് നമ്മുടെ ബ്രീത്ത് അല്ലെങ്കിൽ ഈ ഒരു ഹാർട്ട് ബീറ്റിലേക്ക് തന്നെ കൊണ്ടുവരിക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാച്ച്ഫുൾനെസ് ആണ്. അതായത് നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന നമ്മുടെ ഫോക്കസിനെ നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഹൃദയമിടിപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വാച്ച് ചെയ്യാണ്. നമ്മളൊരു തേർഡ് പാർട്ടി ആയിട്ട് നമ്മുടെ ഈ ശരീരവും മനസ്സിൽ നിന്നും ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന ലെസ് റിയാക്റ്റീവ് ആവുന്നൊരു സംഭവം. അതായത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകൾ കടന്നു വരുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യാതെ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കൊണ്ടുവന്നു. ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് പറയുന്നത് ലെസ് റിയാക്റ്റീവ് അല്ലെങ്കിൽ മോർ റെസ്പോൺസീവ് ആവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ പെട്ടെന്ന് ഈ റിയാക്റ്റീവ് ആവുന്ന ആ ഒരു സംഭവം മാറിപ്പോവും. അങ്ങനെ റിയാക്റ്റീവ് ആവുന്ന സംഭവം മാറിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? നമുക്ക് കുറേ കൂടി ക്രിയേറ്റീവായി പലതും ചെയ്യാൻ സാധിക്കും. ലെസ് റിയാക്ഷൻ മോർ ക്രിയേഷൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഷ്യസ്ലി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ബോധപൂർവം നമുക്ക് പലതും തിരഞ്ഞെടുക്കാൻ സാധിക്കും. അങ്ങനെ ബോധപൂർവം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ പലതരത്തിലുള്ള നല്ല മാറ്റങ്ങളും നമ്മളിൽ സംഭവിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ പ്രൊഫൗണ്ടായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും വരുത്തും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദിവസവും മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുകയും അതിൻ്റെ ഭാഗമായി ലൈഫിൽ പ്രൊഫൗണ്ടായിട്ടുള്ള നല്ല പല എക്സ്പീരിയൻസസും ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ കുറേ ഉപകരിക്കുന്ന നല്ല വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.